ഈ കഴിഞ്ഞുപോയ നാളുകളിൽ ഇന്ത്യൻ ഫുട്ബോളിൽ അത്ര കണ്ട വളരെയധികം പ്രസന്നമായ ഒരു രീതിയിലൂടെയല്ലായിരുന്നു പല വാർത്തകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒന്ന്. ISLൻ്റെ എന്താ പറയുക, സംരക്ഷണാവകാശത്തെ ചൊല്ലിയുള്ള പ്രശ്നവും പിന്നീട് AIFFൻ്റെ ഭരണഘടനാ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവും, ഇങ്ങനെ MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ISLൻ്റെ പ്രശ്നവും, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിന്ന സാഹചര്യത്തിലൂടെയായിരുന്നു ഇതുവരെ ഇന്ത്യൻ ഫുട്ബോൾ നിലവിൽ കുറച്ച് മാസങ്ങളായി കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ISL ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനും പല ടീമുകളും തങ്ങളുടെ സ്റ്റാഫുകളുടെ സാലറി കട്ടുകളിലേക്കും പിന്നീട് താരങ്ങൾക്ക് ടീം വിടാനുള്ള അവസരത്തിലേക്കും ട്രാൻസ്ഫറുകൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കും നീക്കിയിട്ടുണ്ടായിരുന്നതാണ്. സോ ഇങ്ങനെയിരുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിലാണ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസം ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൻ്റെ ഹിയറിങ്ങിൽ AIFFൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുവാനായിട്ടുള്ള തീയതി അടുത്ത ഹിയറിങ് 28-ാം തീയതി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടുത്ത ഹിയറിങ് 28-ാം തീയതിക്ക് മുമ്പ് തന്നെ MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ AIFFും അഖില ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ISLൻ്റെ ഓണർഷിപ്പ് ഉള്ള കമ്പനിയും ഒരുമിച്ചിരുന്ന് തന്നെ ഈ ഒരു മീറ്റിംഗ് നടത്തി MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് അടുത്ത ഹിയറിങ്ങിന് മുമ്പ്, അതായത് 28-ാം തീയതിക്ക് മുമ്പ് തന്നെ നീക്കണമെന്നൊരു കാര്യം സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് നിലവിൽ AIFFും FSDLും നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ വരുവാനായിട്ട് പോകുന്ന തിങ്കളാഴ്ച ബംഗളൂരുവിൽ വെച്ചായിരിക്കും FSDLും അതോടൊപ്പം തന്നെ AIFFും തമ്മിലുള്ള, അതായത് അഖില ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ഈ ഒരു മീറ്റിംഗ് നടക്കുക എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ISLൻ്റെ ലീഗ് സിസ്റ്റത്തിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുവാനായിട്ട് സാധ്യതയുള്ള ഒരു മീറ്റിംഗായി വേണമെങ്കിൽ ഈ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന മീറ്റിങ്ങിനെ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം അതിൻ്റെ ഭാവി, അല്ലെങ്കിൽ MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ പ്രധാന തീരുമാനങ്ങൾ അന്നായിരിക്കും എടുക്കുക. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ MRA കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ MRA കോൺട്രാക്റ്റ് പുതുക്കുന്ന ഒരു ഡിസിഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ISL ഉടൻ തന്നെ നടക്കുവാനായിട്ടുള്ള സാധ്യതകൾ വരികയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ISLൻ്റെ ഫിക്സ്ചേഴ്സ് ഉടൻ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ISLൻ്റെ ഫിക്സ്ചേഴ്സ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുവാനായിട്ടുള്ള സാധ്യതകളും ഇതോടുകൂടി വർദ്ധിക്കുകയാണ്. ആദ്യം ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്ന സിറ്റുവേഷനിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലെവലിലുള്ള പ്രോഗ്രസ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലെ ലീഗ് ടയർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അധികാരികൾക്ക് സാധിക്കത്തുള്ളൂ. സോ അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നിലവിൽ നിൽക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു നേരത്തെ നിന്നതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഫോർമാറ്റിൽ നല്ലൊരു ലീഗ് സിസ്റ്റം ടയറിൽ ഇന്ത്യൻ ഫുട്ബോൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.